ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ന്യൂ മൂണാണ്, സൂര്യഗ്രഹണമാണ്. അപ്പോൾ ഒരു ദിവസം സൂര്യഗ്രഹണവും കർത്തവവും ഒരുമിച്ച് വരുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത്? നിങ്ങൾ ഈ സമയം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് നിങ്ങൾക്ക് ഡിവൈൻ നൽകുന്ന ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. അതുപോലെ നിങ്ങൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നതാണ്. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. ഓക്കെ, അപ്പോൾ ക്യൂൻ ഓഫ് സോർഡ്സിൻ്റെ ഒരു എനർജിയാണ് നമുക്ക് ബോട്ടം കിട്ടിയിട്ടുള്ളത്. ഒരു ക്വിക്ക് ആക്ഷൻ എടുക്കുന്ന ഒരു സമയമാണിത്. നിങ്ങൾ വിചാരിക്കാത്ത ഒരു ആക്ഷൻ എടുക്കേണ്ടി വരും എന്നുള്ളതാണ്. നിങ്ങളുമായിട്ട് ഇമോഷണലി കണക്റ്റായ ഒരാളിൽ നിന്നും നിങ്ങൾ വിചാരിക്കാത്ത ഒരു സമീപനം ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. മാത്രമല്ല, നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ആളുകളെ വിട്ടുകളയുന്ന ഒരു എനർജിയാണ് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ സമയം നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്, ഇമോഷൻസിന് പ്രാധാന്യം കൊടുക്കേണ്ട എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. പാസ്റ്റിൽ നിങ്ങൾ ഇമോഷൻസിന് പ്രാധാന്യം കൊടുത്ത് പല കാര്യങ്ങൾക്കും ആക്ഷൻ എടുക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ ഈ സമയം നിങ്ങൾ ബുദ്ധി കൊണ്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്നു എന്നുള്ളതാണ്. ഇമോഷൻസിനെയൊക്കെ മാറ്റിവെച്ച് നിങ്ങൾ തീരുമാനമെടുക്കുന്നുണ്ട്. നമ്മൾ എപ്പോഴും കടുത്ത തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അവിടെ മറ്റുള്ളവർക്കൊരു ഇമ്പോർട്ടൻസ് കൊടുക്കും. അവരെ നമ്മൾ ഓർക്കും. അവർക്ക് എന്ത് തോന്നും, അല്ലെങ്കിൽ അവർക്ക് വിഷമമാകുമോ? ഒരുപാട് സ്നേഹമായിരുന്ന ആൾക്കാരാണ്, അവർ ഒരുപാട് സഹായങ്ങൾ ചെയ്ത് തന്നിട്ടുള്ളവരാണ് എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ആ തീരുമാനങ്ങളിൽ നിന്ന് പിന്മാറാൻ തുടങ്ങുമ്പോൾ ഇവർ പലപ്പോഴും നമ്മളെ യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഈ ഒരു സമയം നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവരുമായുള്ള ആ ഒരു കോണ്ടാക്റ്റ് ഇനിയും തുടർന്ന് പോകേണ്ടതില്ല എന്ന് ചിന്തിക്കുന്ന ആളുകളുടെ ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളിവിടെ ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. നിങ്ങൾ നിങ്ങളുടെ നിലനിൽപ്പിന് പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതാണ്. എന്ത് കമ്മിറ്റ്മെൻറ്റിൻ്റെ പേരിലായാലും മറ്റുള്ളവർക്ക് പ്രാധാന്യം കൊടുക്കേണ്ടതില്ല എന്ന് നിങ്ങൾ കരുതുന്നുണ്ടാവാം. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ അഭിമാനത്തെ വ്രണപ്പെടുത്തുന്ന തരത്തിൽ ആരിൽ നിന്നെങ്കിലും ഒരു ഇടപെടലുണ്ടായാൽ ആ സമയം തന്നെ നിങ്ങൾ ആക്ഷൻ എടുക്കുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഈ സമയം നിങ്ങളെടുക്കുന്ന തീരുമാനം വളരെ സ്ട്രോങ് ആയിരിക്കും എന്നാണ് കാണുന്നത്. പിന്നെ 6 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ എന്ത് കാര്യമാണോ ചെയ്തുകൊണ്ടിരുന്നത് നിങ്ങൾക്കതിനുള്ള ഫലം കിട്ടാൻ സമയമായിട്ടുണ്ട് എന്നുള്ളതാണ്. അത് റിലേഷൻഷിപ്പിലാകട്ടെ, അല്ലെങ്കിൽ കരിയറിലാകട്ടെ, ഈവൻ ഫിനാൻസിലാകട്ടെ, നിങ്ങൾ ചെയ്തതിനുള്ള ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ആരെയെങ്കിലും നന്നായിട്ട് സഹായിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയം ആരെങ്കിലുമൊക്കെ ഒരു സഹായത്തിന് നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്നാണ് കാണുന്നത്. അതായത് നിങ്ങൾക്കൊരു സഹായം ആവശ്യമുണ്ടെങ്കിൽ അത്തരത്തിലൊരു സഹായം ലഭ്യമാകുന്ന ഒരു എനർജി ഇതിനകത്ത് കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു സഹായം നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ പൈസയ്ക്കൊക്കെ ബുദ്ധിമുട്ടിയിരിക്കുന്ന ആളുകൾക്ക് അത്തരത്തിലായിരിക്കാം. ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഗൈഡൻസ് വേണ്ടിയ ആൾക്കാർക്ക് അത്തരത്തിലായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ സഹായം
നിങ്ങൾ ഏത് സഹായത്തിന് വേണ്ടിയാണോ കാത്തിരിക്കുന്നത് അത്തരത്തിലൊരു സഹായം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു എനർജിയാണ്. പിന്നെ നിങ്ങൾ ഏതെങ്കിലും സ്ഥലത്ത് പോയി അവിടെ നിങ്ങൾ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ നല്ലൊരു വ്യക്തിയുടെ സഹായം ഈ സമയം കിട്ടാം. അല്ലെങ്കിൽ ഏത് വഴിയാണോ നിങ്ങൾക്കൊരു സഹായം വേണ്ടിയത് അത്തരത്തിലൊരു സഹായം ഈ സമയം കിട്ടുമെന്നാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് ഏഞ്ചൽസിൻ്റെ ഒരു പ്രസൻസ് നിങ്ങൾക്കുണ്ടാകുമെന്നുള്ളതാണ്. നിങ്ങൾ ഏറ്റവും വിശ്വസിക്കുന്ന ആ ഒരു ദൈവത്തിൻ്റെ പ്രസൻസ് നിങ്ങൾക്ക് തോന്നാം. കാരണം ഡിവൈനിൽ നിന്ന് ഒരു ഗൈഡൻസ് വേണമെന്ന് ആഗ്രഹിച്ചവരാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾക്ക് അങ്ങനൊന്നും കിട്ടിയിട്ടില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ സമയം നിങ്ങൾക്കൊരു ഗൈഡൻസ് കിട്ടുന്നു എന്നാണ് കാണുന്നത്. നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട്. അതായത് നിങ്ങളത് മനസ്സിലാക്കുന്ന ഒരു എനർജി ഉണ്ട്. ഞാൻ പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ഈ സമയം നിങ്ങൾക്കൊരു ഡിവൈൻ പ്രസൻസ് ഫീൽ ചെയ്യാം. പിന്നെ ഇവിടെ 9 ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ എന്താലോചിച്ച് വിഷമിച്ചാണോ ഇരിക്കുന്നത് അതിൽ നിന്നും നിങ്ങൾക്കൊരു പരിവർത്തനമാണ് വരുന്നത്. ഈ ഒരു സമയത്തിൽ നിന്നും നിങ്ങളുടെ ഏറ്റവും നല്ലൊരു സമയത്തിലേക്ക് മാറാൻ സമയമായിരിക്കുന്നു എന്നുള്ളതാണ്. വളരെ സന്തോഷവും സമാധാനവും ഒക്കെ അനുഭവിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അതുപോലെ തന്നെ വളരെ വലിയ സന്തോഷങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ്. അപ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ സാധിച്ചതിൻ്റെ സന്തോഷത്തിലിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഒരുപാട് കാലം കൊണ്ട് ചിന്തിച്ചിരുന്ന കാര്യങ്ങൾ, മാനിഫെസ്റ്റ് ചെയ്തിരുന്ന കാര്യം, ആ ഒരു കാര്യമാണ് ഈ സമയം നിങ്ങളുടെ യാഥാർത്ഥ്യത്തിലേക്ക് വരുന്നത് എന്നുള്ളതാണ്. ലൈഫിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണിത്. കുറേ ആൾക്കാർക്ക് ഇത് വളരെയധികം സന്തോഷവും ലക്കുമൊക്കെ നിങ്ങൾക്ക് വരുന്നു എന്നാണ്. ഗുഡ് ഫോർച്യൂണാണ്. അപ്പോൾ നിങ്ങൾ ദൈവത്തിൽ കൂടുതൽ വിശ്വസിച്ചതിൻ്റെ ഫലമായിട്ട് നിങ്ങളുടെ മുന്നിലുള്ള കുറേ ഒബ്സ്റ്റക്കിൾസ് മാറിപ്പോയി എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ വിശ്വാസമാണ് നമ്മളെ രക്ഷിക്കുന്നത്. എത്ര കഠിനമായ സാഹചര്യത്തിലും നിങ്ങൾ ഉറച്ച് വിശ്വസിച്ചിരുന്ന ആ ഒരു ശക്തി നിങ്ങളുടെ ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യമാക്കി തരുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അത്രയും വളരെ കോൺഫിഡൻസ് ആയിട്ട് നിങ്ങൾ ഈ ഒരു സമയം ഇരിക്കുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ 3 ഓഫ് വാണ്ട്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾ ഫ്യൂച്ചറിലേക്കുള്ള കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്ന ഒരു സമയമാണ്. ഒന്നെങ്കിൽ വീടോ വാഹനമോ അല്ലെങ്കിൽ നിങ്ങൾ വിദേശത്തേക്കൊക്കെ പോകുന്നതിൻ്റെ ഒരു പ്ലാനിങ്ങും ഒക്കെ ആണെന്നുള്ളതാണ്. ചില ആൾക്കാരൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ പ്ലാനിങ് ആണ്. അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള ബിസിനസ്സിനെ എക്സ്പാൻഡ് ചെയ്യുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ എത്രമാത്രം ക്ഷമയോടെ ഇരുന്നോ ആ ക്ഷമയ്ക്കുള്ളൊരു പ്രതിഫലം നിങ്ങൾക്ക് കിട്ടുന്നു എന്നാണ് കാണുന്നത്. നിങ്ങൾ അടുത്തത് എന്താണ് എന്ന് ആലോചിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അത് കെയർഫുള്ളി നിങ്ങൾ ആലോചിക്കുക. പിന്നെ ഇവിടെ ഏസ് ഓഫ് പെൻഡക്കിൾസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയം നിങ്ങൾ ഒരു വീടോ വാഹനമോ ഒക്കെ വാങ്ങാൻ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന ഒരു എനർജിയാണ് ഇതിലും കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ വീടിൻ്റെ ഒരു പ്ലാനൊക്കെ ചിലപ്പോൾ വരയ്ക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ വാഹനം ബുക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ പുതിയൊരു കാര്യം പഠിക്കാൻ നിങ്ങൾ പോകുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ പുതിയൊരു കാര്യം പഠിക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കുന്നുണ്ടാവാം. അപ്പോൾ അതുമാത്രമല്ല നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിൽ പൊതുവെ പുതിയൊരു കാര്യം നിങ്ങൾ അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് മറ്റുള്ളവരെ അട്രാക്റ്റ് ചെയ്യുന്ന തരത്തിൽ എന്തെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്യുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത്. അതായത് വളരെ കോൺഫിഡൻസോടെയൊക്കെ ഇരിക്കണം എന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടാവാം. അപ്പോൾ അത്തരത്തിലൊരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ റിന്യൂവൽ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പണ്ട് ചെയ്ത കാര്യങ്ങൾ അത് ഫൊർഗീവ് ചെയ്ത് കൊടുക്കണമെന്നാണ് കാണുന്നത്. ഇതൊരു ജഡ്ജ്മെൻ്റ് ആണ്.
അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കുന്ന ഒരു സമയമാണ്. ഒരു പുതിയ ഡയറക്ഷനിലേക്ക് നിങ്ങൾ പോകേണ്ട ഒരു സമയമായി എന്ന് നിങ്ങൾക്കൊരു തിരിച്ചറിവ് വരുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ ജീവിതത്തിനൊരു ക്ലാരിറ്റി വരുന്നുണ്ട്. അതുമാത്രമല്ല, നിങ്ങളുടെ ലൈഫ് പർപ്പസ് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളുടെ ഹാർട്ട് ചക്ര ഹീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ടൊരു ഗൈഡൻസ് ഈ സമയം കിട്ടുമെന്നും കാണുന്നുണ്ട്. പിന്നെ ഇവിടെ 4 ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. മെഡിറ്റേഷനിലൂടെ ഒരുപാട് ഇൻസൈറ്റ് കിട്ടുമെന്നാണ് കാണുന്നത്. നിങ്ങൾക്കറിയേണ്ട ഒരുപാട് കാര്യങ്ങൾ ഈ സമയം മെഡിറ്റേഷൻസിലൂടെ നിങ്ങൾക്ക് മെസ്സേജസ് ആയിട്ട് കിട്ടും. നിങ്ങൾ പ്രകൃതിയുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കാനൊന്ന് ശ്രമിക്കുക. അപ്പോൾ മരങ്ങളുടെ ചുവട്ടിലൊക്കെ ഇരിക്കാനൊന്ന് ശ്രമിക്കുക. അതുപോലെ നിങ്ങളുടെ സ്പിരിച്വലായിട്ടുള്ള കഴിവുകൾ നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. പല ഇൻഡ്യൂഷൻസും നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എനർജി കാണുന്നുണ്ട്. പല ആൾക്കാരും ഈ സമയം സ്പിരിച്വൽ ആക്ടിവിറ്റീസ് റീസ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് എന്നാണ് കാണുന്നത്. ഈ സമയം നല്ല ക്ഷീണമൊക്കെ തോന്നുന്ന ആൾക്കാർ നന്നായിട്ടൊന്ന് ഉറങ്ങുക. കാരണം ഇവിടെ 10 ഓഫ് വാൺസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നന്നായിട്ട് ക്ഷീണമുള്ള ആൾക്കാരുണ്ട് എന്നുള്ളതാണ് അവരുടെ ഒരു എനർജി ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ വേറെ ഏതെങ്കിലും കാര്യം ബാക്കിയുണ്ടെന്ന് കരുതി നിങ്ങൾ ഉറങ്ങാതിരിക്കരുത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു റെസ്റ്റ് ഇവിടെ ആവശ്യമാണ് എന്ന് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും റെസ്റ്റ് എടുക്കേണ്ട ഒരു സമയം കൂടിയാണ്. പിന്നെ ഇവിടെ 5 ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നെഗറ്റീവിനെ ഫോക്കസ് ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട്. നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള ആളുകളുമായിട്ടുള്ളൊരു കൂട്ടുകെട്ട് ഒഴിവാക്കാനാണ് ഇവിടെ പറയുന്നത്. ശരിക്കും നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ആയിരിക്കില്ല മറ്റുള്ളവർ. അപ്പോൾ നിങ്ങൾക്കറിയാം ചില ആൾക്കാർ നെഗറ്റീവാണെന്ന്. പക്ഷേ എന്നാലും അവരിൽ നിന്നും വിട്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ നിങ്ങളോടും മറ്റുള്ളവരോടും ഫൊർഗീവ് ചെയ്ത് കൊടുത്ത് നിങ്ങൾ അവരെ അവരുടെ വഴിക്ക് വിട്ട് കളയുക. പ്രത്യേകിച്ചും നമ്മളെ ഡീപ്രമോട്ട് ചെയ്യുന്ന ആൾക്കാരുമായിട്ടുള്ള കൂട്ടുകെട്ട് അവസാനിപ്പിക്കുക. ഇവിടെ 5 ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ചിലർ നിങ്ങളെ ഡീപ്രമോട്ട് ചെയ്യുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അപ്പോൾ അവരുമായിട്ടുള്ളൊരു കൂട്ടുകെട്ട് നിങ്ങൾ അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ ചില ആൾക്കാർ മനഃപൂർവ്വം നമ്മളെ ഇൻസൾട്ട് ചെയ്യാനും നമ്മളുടെ ഉയർച്ചയെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പലരും ഉണ്ടായിരിക്കാം. അപ്പോൾ അവരുടെ ഇൻറ്റൻഷൻ എന്താണ് എന്ന് മനസ്സിലാക്കി നിങ്ങളൊന്ന് മാറുക. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ഈ സമയം ചിന്തിച്ച് പ്രവർത്തിക്കുക. ഒരു പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാം, ആ ഒരു കാര്യം നല്ലതല്ലല്ലോ, അത് സ്റ്റോപ്പ് ചെയ്യണം എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ മനസ്സിലാക്കുക, ഈ നടന്ന എല്ലാ കാര്യത്തിനും പിറകിൽ ഒരു ബ്ലെസ്സിങ് ഉണ്ട്. അപ്പോൾ എന്ത് വേദനിപ്പിച്ച കാര്യം സംഭവിച്ചതിനും പിറകിൽ നിങ്ങൾക്കതിനൊരു ബ്ലെസ്സിങ് ഉണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഹിഡൻ ബ്ലെസ്സിങ് നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ നഷ്ടപ്പെട്ടു പോയത് അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഇപ്പം ഇല്ലാത്തത് ആ ഒരു കാര്യത്തിൽ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് മതിയാക്കണം എന്നാണ് ഇവിടെ നിങ്ങളോട് പറയുന്നത്. പിന്നെ ഇവിടെ 4 ഓഫ് വാൺസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും വളരെ സന്തോഷമായിട്ടിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. നിങ്ങളുടെ മനസ്സിനെ തിരിച്ചു പിടിക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. ശരിക്കും നിങ്ങൾ ആഗ്രഹിച്ച എന്തോ ഒരു കാര്യം നിങ്ങളിലേക്ക് വരുന്നു എന്ന് കാണുന്നുണ്ട്. ചിലപ്പോൾ ചില ആൾക്കാരെ നിങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ വിവാഹത്തിനോ അങ്ങനെ ഏതെങ്കിലും കാര്യത്തിന് പോകുമ്പോൾ നിങ്ങളുടെ പാസ്റ്റിലുള്ള ആരെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സന്തോഷത്തിലേക്ക് എത്തിച്ചേരാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ചില ആൾക്കാർ ഒരു സെലിബ്രേഷനിലൊക്കെ പങ്കെടുക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. ഒരു വിവാഹമോ അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേ പാർട്ടിയോ അത്തരത്തിൽ നിങ്ങളൊരു സെലിബ്രേഷനിൽ പങ്കെടുക്കുന്ന ഒരു എനർജിയും
ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ 10 ഓഫ് വാൺസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് കുറേയധികം പണികൾ ചെയ്ത് തീർക്കേണ്ടതായിട്ടുള്ള ഒരു സമയമാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് തീർക്കേണ്ട ഒരു അവസാന ദിവസം ചിലപ്പോൾ ഈ അടുത്ത ദിവസങ്ങളാവാം. അപ്പോൾ ചിലപ്പോൾ ഓഫീസിൽ കുറേയധികം വർക്കുകൾ ഉണ്ടായിരിക്കാം. നിങ്ങൾ ചെയ്തു തീർക്കേണ്ടതായ കുറേയധികം വർക്കുകൾ ഉണ്ടായിരിക്കും. ചിലർക്ക് വീട്ടിൽ നിങ്ങൾ ചെയ്തു തീർക്കേണ്ടതായ ജോലികൾ ഉണ്ടാവാം. അപ്പോൾ ഈ ഒരു സമയം തീർക്കേണ്ടതായ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവാം. അത് നിങ്ങൾ എൻഡ് ചെയ്യാനാണ് പറയുന്നത്. ശരിക്കും നിങ്ങൾ ഈ സ്ട്രെസ്സിലിരുന്നാൽ ഹെൽത്ത് പ്രോബ്ലംസ് വരും. അപ്പോൾ നന്നായിട്ട് നിങ്ങളൊന്ന് ഉറങ്ങുക, ആവശ്യത്തിന് റെസ്റ്റ് എടുക്കുക എന്നുള്ളതാണ് ഇതിലും കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കുറേയധികം സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ ഈ സമയം അത് നിങ്ങൾക്ക് എൻഡ് ആകുന്നു എന്നുള്ളതാണ്. തീർച്ചയായും നിങ്ങളുടെ സ്ട്രഗിൾ പീരീഡിൽ നിന്നും നിങ്ങൾ പുറത്തിറങ്ങുന്ന ഒരു സമയമാണ്. പിന്നെ ഇവിടെ പേജ് ഓഫ് സോർഡ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയം നിങ്ങൾ ചെയ്ത് തീർക്കേണ്ടതായിട്ടുള്ള എന്തോ ഒരു കാര്യം ഈ സമയം കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യമാവാം. അപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ച് നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതെങ്ങനെ ചെയ്യും എന്നൊക്കെ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവാം. ഒരുപക്ഷെ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യേണ്ട എന്തെങ്കിലും കാര്യമായിരിക്കാം, അല്ലെങ്കിൽ ക്ലിയർ ചെയ്യേണ്ട എന്തെങ്കിലും കാര്യമായിരിക്കാം. അപ്പോൾ അതെങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും നിങ്ങൾക്കത് ചെയ്തു തീർക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ളൊരു ടെൻഷനിൽ ഇരിക്കുന്ന ആളുകളുടെ ഒരു എനർജി ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ടതില്ല. നിങ്ങൾ വിചാരിച്ചാൽ പറ്റുമെന്ന് തന്നെയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ അതിനെക്കുറിച്ച് ഓവർ തിങ്ക് ചെയ്യാതിരിക്കുക. നിങ്ങൾ ടെൻസ്ഡ് ആവേണ്ട ആവശ്യമില്ല. അതുപോലെ എങ്ങനെയാണ് ഈ ഒരു സിറ്റുവേഷൻ ഡീൽ ചെയ്യേണ്ടത് എന്ന് ചിലപ്പോൾ ആലോചിക്കുന്നുണ്ടാവാം. അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളെ ഡീൽ ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നൊക്കെ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവാം. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആയിരിക്കണം എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് ആരോടെങ്കിലും സംസാരിച്ച് തീർക്കേണ്ട ഒരു കാര്യമുണ്ടെങ്കിൽ അത് വളരെ ശ്രദ്ധാപൂർവം, വളരെ ആലോചിച്ച് നിങ്ങൾ പറയുന്ന മറുപടി കൃത്യമായിരിക്കണം എന്നുള്ളതാണ്. നിങ്ങളുടെ ആ ഒരു ഇടപെടൽ കൃത്യമായിരിക്കണം എന്നാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ബാലൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും നിങ്ങൾ മറ്റുള്ളവരുടെ നിർദ്ദേശങ്ങളോടൊപ്പം നിങ്ങളുടെ ഐഡിയ കൂടി ചേർത്ത് നിങ്ങൾ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നു എന്നാണ്. മാത്രമല്ല ഈ ഒരു സമയം വളരെ ക്ഷമയോടെ ഇരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നാണ് കാണുന്നത്. നിങ്ങൾ ബുദ്ധിപൂർവ്വം ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യുമെന്നാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നിങ്ങൾ അറിയിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. നന്ദി.